ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള ബട്ടറിനാണ്, പിന്നെ പനീർ ബട്ടർ കറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ആദ്യം ഒരു ബൗളിൽ 2 കപ്പ് വെള്ളം ആഡാക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് മിൽക്ക് അതിലേക്ക് ആഡാക്കി കൊടുക്കുക. പിന്നെ ആഡാക്കി കൊടുക്കുന്നത് തൈരാണ്. അതൊരു 1 കപ്പ്, അതായത് കപ്പ് മെഷർമെൻറ്റ് ഇല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് മെഷർ ചെയ്യുക. പിന്നെ ഒരു 1/2 കപ്പ് ഓയിലും ആഡാക്കി കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡാക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മൈദ ആഡാക്കി കൊടുക്കുക. അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് മൈദ ആഡാക്കി കൊടുത്തിട്ട് ഒരു ഡോ ആക്കുക. ഇതിൽ നമ്മൾ ഹാഫ് മൈദയും ഹാഫ് ആട്ടയും ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഫുള്ള് മൈദയാണ് ആഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പൊന്നും പോരെങ്കിൽ ഉപ്പ് വീണ്ടും ആഡാക്കി കൊടുത്തിട്ട് നല്ലൊരു മിക്സ് കൊടുത്തിട്ട് ഒരു ഡോ ആക്കിയിട്ട് നമുക്കെടുക്കാം. ഇനിയിപ്പോൾ എൻ്റെ വോയിസ് ഓവറിൽ നിഹാൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കുക. അപ്പോൾ അരിയത്തിനുണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഓളും എന്തെങ്കിലും ഒച്ചപ്പാടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1/2 hour നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതാ കുബൂസൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഗാർലിക് പേസ്റ്റൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കാം. പിന്നെ മൊസറല്ല ചീസും അതൊക്കെ ആഡാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഗ്രേവിയോ കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാനിപ്പോൾ 2 സൈഡും ബട്ടർ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല ഈസിയാണ്. നിങ്ങൾ ഈ കുബൂസ് ബാക്കിയുള്ളതിനും കാട്ടി നല്ല അടിപൊളി ടേസ്റ്റിലൊരു അപ്പമാണ് ബട്ടറിനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്കിതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബട്ടർ നാൻ. ഇത് ലോ ഓർ മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉൾഭാഗം ഒരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ബട്ടർ പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്കായും പിന്നെ കറുവപ്പട്ടയില അതും ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഒരു വലിയ ഉള്ളി തന്നെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സോൾട്ട് ആഡാക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗാർലിക്കും ജിഞ്ചറും ആഡാക്കി കൊടുക്കുക. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടോ പേസ്റ്റ് ചെയ്തിട്ടോ ഒന്നും ആഡാക്കി കൊടുക്കുന്നില്ല, കാരണം നമുക്കിത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടതാണ്. അപ്പം അതും ആഡാക്കി കൊടുത്തിട്ട് നല്ലൊരു മിക്സ് കൊടുക്കുക. അപ്പോൾ ഇതൊരു 3 മിനിറ്റ്സ് ഇങ്ങനെ പൊത്തി വെക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സ് കുക്കായാൽ മതി. അപ്പോൾ 2 മിനിറ്റ്സ് കുക്കായതിന് ശേഷം ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക.
സെയിം ബട്ടർ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ. അതിന് പകരം പനീർ ആഡാക്കി കൊടുക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് സെയിം ആണ്. ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് കുക്കാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ഗ്ലാസ് ഓഫ് വാട്ടർ ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂട് പോകാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ആ സെയിം പാനിൽ ഇതാ ഒരു 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറിലേക്ക് ഇതാ 2 പച്ചമുളക് ആഡാക്കി കൊടുക്കുക. ഇതാ ഒരു 2 ബേ ലീഫ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതാ ഇതുപോലെ ചെറുതായി കട്ടാക്കിയത് ആഡാക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതാ ഇതുപോലെ ഒന്ന് റെഡിയായാൽ വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡേഴ്സ് ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ആദ്യം ഞാനൊരു ചെറിയ ടീസ്പൂൺ ടേർമറിക് പൗഡർ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 1 ടീസ്പൂണോളം ചില്ലി പൗഡർ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാൻ ആഡാക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ആഡാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇതാ ഒരു 1 ടീസ്പൂണോളം ബട്ടർ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതുപോലെ കൈവിടാതെ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവർ കുക്കാകാൻ പാടില്ല, പിന്നെ കരിഞ്ഞു പോകും. ഈ ഒരു സമയത്ത് തന്നെ ബട്ടറിൻ്റെ ആ ഒരു പൗഡേഴ്സിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത ആ ഒരു മസാല ഗ്രേവി ആഡാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇത് എന്തായാലും മസ്റ്റാണ് ഇതിലേക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എത്രത്തോളം ക്രീം വേണോ അത്രത്തോളം ആഡാക്കി കൊടുക്കുക. ഇനി ഇതാ മിൽക്ക് മിസ്റ്റിൻ്റെ പനീറാണ്, മലായി പനീർ ക്യൂബ്സ് ആണ് ഇതിൽ ആഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഈ ഒരു പനീർ ആഡാക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് കസ്തൂരി മേത്തി ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി പനീർ കറി. പനീർ ഇഷ്ടമുള്ളവർക്ക് ഈ കറി മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളിയാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതാ ഒരു ചെറിയൊരു പോർഷന് ബട്ടർ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ബട്ടർ എത്രത്തോളം ഉണ്ടോ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാർക്ക് ഇതുപോലെ ആഡാക്കി കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ഫ്രഷ് ക്രീം ആഡാക്കി കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ ഇതാ ഇത്രയ്ക്കേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ബട്ടർ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് മടുത്ത ആൾക്കൊക്കെ ഇതാ ഇതുപോലെ പനീർ ഇട്ടിട്ട് വെച്ച് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ബട്ടറിനാണ് ഈ ഒരു ബട്ടർ പനീർ കറിയും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.